പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 4-ാം മാസത്തിൻ്റെ 17ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ പ്രഭാതവും ഈ വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവക്കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും വചന സന്ദേശത്തിലേക്ക് പ്രവേശിക്കാം. കർത്താവിൻ്റെ ദാസിദാസന്മാരെ, ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ നാളുകളിൽ നിരവധി വിഷയങ്ങൾക്ക് വേണ്ടി ഉപവസിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ദൈവസഭയും ദൈവദാസന്മാരും ദൈവക്കുഞ്ഞുങ്ങളും പറയപ്പെടുന്ന വിഷയങ്ങൾ, പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മറുപടികൾ ദൈവം നൽകുന്ന ദിനങ്ങളാണെന്ന് പ്രാരംഭമായി ആത്മാവിൽ പറയട്ടെ. ഹല്ലേലൂയ. രോഗബലഹീനതകളെ ഓർത്ത് ഭാരപ്പെടുന്നവർ, ഏകാന്തതയുടെ അനുഭവങ്ങളെ ഓർത്ത് നിരാശകളെ ഓർത്ത് ഭാരപ്പെടുന്നവർ, സാമ്പത്തികമായ ഞെരുക്കങ്ങളിൽ ഭാരപ്പെടുന്നവർ, കടഭാരങ്ങളിൽ, തലമുറകളുടെ മാനസാന്തരത്തിനായി, സഭയുടെ വിശാലതകൾക്കായി, ഒരു ദൈവ മഹത്വം വെളിപ്പെടേണ്ടതിനായി ഒത്തിരി നിരവധി പ്രാർത്ഥനാ വിഷയങ്ങൾ സ്തോത്രം എണ്ണി പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ദൈവഭക്തന്മാരെ, നിങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടികളെ കാണാതെ നിങ്ങൾ പോകത്തില്ല. നിശ്ചയമായും ദൈവം ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയുടെ മറുപടികളെ ദൈവം നൽകുവാനിടയാകും. 103-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പാടുന്നു, അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കും. ദൈവം ഏഥനിൽ മനുഷ്യനെ സൃഷ്ടിച്ചത് രോഗിയായിട്ടായിരുന്നില്ല. എന്നാൽ കൽപ്പനാ ലംഘനം നിമിത്തം മനുഷ്യൻ പാപിയായി തീർന്നപ്പോൾ ദൈവം മനുഷ്യനെ ഏഥനിൽ നിന്ന് പുറത്താക്കുകയും അവൻ്റെ ഭാവി ജീവിതം ദുരിതപൂർണമായി തീരുമെന്നും ദൈവം കൽപ്പിച്ചു. മനുഷ്യൻ ഏഥനിൽ നിന്ന് പുറത്താക്കപ്പെട്ട നാൾ മുതൽ മനുഷ്യ ശരീരത്തിന്മേൽ പ്രവർത്തിക്കുവാൻ സാത്താൻ അധികാരമുണ്ടായി. മനുഷ്യർക്ക് രോഗം വരുത്തുവാനും അത് പരത്തുവാനും സാത്താൻ അധികാരമുണ്ട്. അതുകൊണ്ടാണല്ലോ സാത്താൻ ഇയ്യോബിനെ രോഗിയാക്കിയത്. മറ്റു പലരെയും ബാധിച്ച് ദീർഘകാലം രോഗക്കിടക്കയിൽ കിടത്തുന്നതും 18 വർഷം ഒരു രോഗാത്മാവ് ബാധിച്ച് ഒട്ടും നിവരുവാൻ കഴിയാതെ ഊനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അപ്പോൾ ന്യായമായും നമുക്ക് ഉണ്ടാകുന്ന ഒരു സംശയമാണ്, ഒരു ചോദ്യമാണ്, രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ ശരീരത്തിൽ രോഗം വരുത്തുവാൻ സാത്താൻ അധികാരമുണ്ടോ എന്ന്. നാം രക്ഷിക്കപ്പെടുമ്പോൾ 100% രക്ഷ ഉറപ്പാക്കുന്നത് നമ്മുടെ ആത്മാവിന് വേണ്ടി മാത്രമാണ്. നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് നടക്കുന്നത് വരെയും നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുവാൻ സാത്താന് സാധിക്കും എന്നുള്ളത് ഇയ്യോബിൻ്റെ ജീവിതം കൊണ്ട് തെളിവാണല്ലോ. നാം എത്ര തന്നെ വിശുദ്ധരായാലും അത് 100% ആകുന്നില്ല. അതുകൊണ്ടാണല്ലോ വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ, ആമേൻ, ഹല്ലേലൂയ എന്ന് ദൈവവചനം പറയുവാനിടയായത്. ഒരുവൻ രോഗിയായി തീരുവാനുള്ള അനേക കാരണങ്ങൾ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനുഷ്യ ശരീരത്തിൽ രോഗങ്ങൾ വരുന്നത് എങ്ങനെയെന്ന് ചില കാരണങ്ങൾ ഇവിടെ പറയട്ടെ. ഒന്നാമതായും പ്രകൃതി മുഖാന്തരം രോഗം വരും. മഴ നനഞ്ഞാലും മഞ്ഞു കൊണ്ടാലും രോഗം വരാൻ സാധ്യത കൂടുതലാണെന്ന് നാം നമ്മുടെ മക്കളെ അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ നമ്മെ ഓർമ്മിപ്പിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ പ്രകൃതി മുഖാന്തരം രോഗം വരും. 2, പാപം ചെയ്താൽ രോഗം വരും. പാപഫലമായിട്ടാണല്ലോ തൻ്റെ രോഗമെന്ന് ദാവീദ് അവകാശപ്പെടും. എൻ്റെ പാപം ഹേതുവായി എൻ്റെ അസ്ഥികൾ സ്വസ്ഥതയുമില്ല. അസ്ഥികൾക്ക് സ്വസ്ഥത വരാത്തത് തൻ്റെ പാപമാണെന്ന് താൻ സമ്മതിക്കുകയാണ്. അതുപോലെ ഒരു മനുഷ്യൻ 38 വർഷം പക്ഷപാതം പിടിച്ച് കിടന്നത് പാപഫലമായിരുന്നു എന്നറിഞ്ഞ് കർത്താവ് അവൻ്റെ പാപം ക്ഷമിച്ചതിന് ശേഷമാണ് രോഗം സൗഖ്യം വരുത്തിയത്. സൗഖ്യം നിന്ന് അവൻ കിടക്കയെടുത്ത് നടന്നു പോകുമ്പോൾ യേശു വീണ്ടും പറയുകയാണ്, ഇനി പാപം ചെയ്യരുത്. പാപം ചെയ്യുന്നവർക്ക് രോഗമുണ്ടാകും എന്നതിന് സംശയമില്ല. എയ്ഡ്സ് പോലത്തെ രോഗങ്ങൾ പാപം ചെയ്തിട്ടല്ലേ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത്. 3,
ദൈവനാമം മഹത്വപ്പെടുവാൻ വേണ്ടി രോഗം വരും. ലാസർ ദീനമായി കിടന്നത് അറിയിച്ചിട്ടും യേശു പറഞ്ഞ മറുപടി, ഈ രോഗം മരിക്കുവാനുള്ളതല്ല, ദൈവനാമം മഹത്വപ്പെടുവാനുള്ളതിന് വേണ്ടി അത്രേ. അപ്പോൾ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുവാൻ അനേക പ്രിയപ്പെട്ടവരുടെ ക്യാൻസർ മാറിയത്, അനേക പ്രിയപ്പെട്ടവരുടെ സ്തോത്രം ഹല്ലേലൂയ പല തരത്തിലുള്ള പല ഭാരത്തിലുള്ള രോഗങ്ങൾ മാറുവാൻ ദൈവമഹത്വത്തിന് കാരണമായി തീർന്നു. ദൈവനാമം മഹത്വപ്പെടുവാനും വേണ്ടിയാണ് ലാസറിൻ്റെ ദീനം തൻ്റെ ജീവിതത്തിൽ ഉണ്ടായത്. 4 ദൈവത്താൽ നിയോഗിതരായ ദൈവദാസന്മാരെ അകാരണമായി ചോദ്യം ചെയ്യുന്നതും അവഹേളിക്കുന്നതും ശുശ്രൂഷകളെ നിഷേധിക്കുന്നതും നിമിത്തം രോഗം വരും എന്നുള്ളതിന് സംശയം ഇല്ല. അതിന് മിരിയാം നല്ല ഉദാഹരണമാണ്. ദൈവവചനം അനുസരിക്കാത്തവർക്ക് ഉണ്ടാകാൻ പോകുന്ന രോഗങ്ങളെക്കുറിച്ചുള്ള ഒരു വലിയ ലിസ്റ്റ് ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിലും 29-ാം അധ്യായത്തിലും വളരെ വ്യക്തമായി കാണുന്നുണ്ട്. ആ വിചാരത്തിൻ്റെ പുറകെ പോകുന്നവർക്കും സത്യദൈവത്തെ അറിഞ്ഞതിന് ശേഷം അന്യദൈവങ്ങളുടെ പിന്നാലെ പോകുന്നവർക്കും അതിനെ നമസ്കരിക്കുന്നവർക്കും രോഗം വരും. ഈ കാലഘട്ടങ്ങളിൽ സ്നാനപ്പെട്ട് പെന്തക്കോസ് അനുഭവത്തിൽ ജീവിച്ച അനേക യൗവനക്കാരന്മാരും യൗവനക്കാരച്ചികളും അന്യ ദൈവത്തെ ആരാധിക്കുന്ന കുടുംബ ജീവിതങ്ങളും കുടുംബ ബന്ധങ്ങളും വിവാഹ ബന്ധങ്ങളിലും തിരഞ്ഞെടുത്തുകൊണ്ട് നാശത്തിലേക്ക് നാൾതോറും വെക്കൊണ്ടിരിക്കുന്ന അനുഭവങ്ങൾ നാം എത്രയോ കാണുന്നു. യേശുക്രിസ്തുവിൻ്റെ കാൽവരി മരണത്തിൻ്റെ നിഴലായിരിക്കുന്ന പെസഹ യോഗ്യതയില്ലാതെ കഴിച്ചത് നിമിത്തം അനേകർ രോഗികളായി തീരുന്നു. യേശുക്രിസ്തുവിൻ്റെ ഓർമ്മയ്ക്കായി നാം ഭൂമിയിൽ ചെയ്യുന്ന തിരുവത്താഴ ശുശ്രൂഷകൾ അത് വിശുദ്ധിയോടും വേർപാടോടും വിശ്വസ്തയോടും ചെയ്തില്ല എങ്കിൽ ശുശ്രൂഷയിൽ പങ്കാളികളാകുമ്പോൾ നാം ദൈവഭയത്തോടും വിശുദ്ധിയോടും നമ്മുടെ ജീവിതത്തിൽ അതില്ല എങ്കിൽ, വിശുദ്ധി ഇല്ല എങ്കിൽ നമുക്ക് രോഗമുണ്ടാകും എന്നതിന് സംശയമില്ല. ഒരാൾ അംഗഹീനനായി ജനിക്കുന്നത് പൂർവ്വപിതാക്കന്മാരുടെയോ അയാളുടെയോ പാപഫലമായിട്ടാണ് എന്നൊരു വിശ്വാസം യഹൂദന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. എന്നാൽ കർത്താവ് അതിന് പറഞ്ഞ മറുപടി ഈ വിധമാണ്: അവനെങ്കിലും അവൻ്റെ അമ്മമാരെങ്കിലും പാപം ചെയ്തിട്ടല്ല, ദൈവം മഹത്വം, ദൈവനാമ മഹത്വം അവനിൽ വെളിപ്പെടുവാൻ വേണ്ടിയാണ്. അതിനത്രേ അഹങ്കാരത്തോടെ ദൈവം ഏൽപ്പിക്കാത്ത ശുശ്രൂഷ ചെയ്യുവാൻ തുനിഞ്ഞത് നിമിത്തം ഉസിയ രാജാവ് മരണം വരെയും രോഗിയായി കഴിയേണ്ടി വന്നു. ഓരോ വർഷം കഴിയും തോറും മനുഷ്യരുടെ ആഡംബര ജീവിത രീതി വർദ്ധിച്ചു വരുന്നു. അനാവശ്യ ധൂർത്ത് നിമിത്തവും അഹങ്കാര നിമിത്തവും രോഗങ്ങൾ ഉണ്ടാകുന്നു. ദൈവഹിതമില്ലാത്ത മേക്കപ്പുകൾ, ദൈവഹിതമില്ലാത്ത വസ്ത്രധാരണകൾ, ഇതെല്ലാം പല രോഗങ്ങൾക്കും കാരണമായി തീരുന്നു. അധികം കൃപാവരങ്ങളും ശുശ്രൂഷകളും ഉള്ളത് നിമിത്തം നിഗളിച്ച് ദൈവകൃപയിൽ നിന്നും വീണു പോകാതിരിക്കുവാൻ പൗലോസിന് ജഡത്തിലൊരു ശൂലം ദൈവം വെച്ചിരുന്നു. പ്രിയ ദൈവവേദിലേ, ജനിച്ചാൽ ഒരിക്കൽ മരിക്കണം. അതിന് കാരണം ഒരു കാരണവും വേണം. മിക്കവാറും എല്ലാ ഭക്തന്മാർക്കും മരണത്തോടടുക്കുമ്പോൾ ഏതെങ്കിലും രോഗം പിടിക്കുകയും ആ രോഗത്തോടുകൂടെ അവർ നിത്യതയിൽ ചേർക്കപ്പെടുകയും ചെയ്യും. ഇവിടെ വീഴ്ച പറ്റി, എവിടെയാണ് വീഴ്ച പറ്റിയത് എന്ന് കണ്ടുപിടിച്ച് അനുതാപത്തോടും കണ്ണുനീരോടും കൂടെ ദൈവത്തോട് അപേക്ഷിച്ചാൽ ഏത് രോഗവും ദൈവം സൗഖ്യമാക്കും. ആമേൻ. നമ്മെ സൗഖ്യമാക്കാം എന്ന് ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ടല്ലോ. നിരമ്യ പ്രവാചകനിൽ കൂടെ രോഗസൗഖ്യം വരുത്തുമെന്നും ആരോഗ്യം വരുത്തുമെന്നും സ്തോത്രം വാഗ്ദത്തം ചെയ്തിട്ടുണ്ട് കുഞ്ഞേ. ആകയാൽ ഈ പ്രഭാതം നമ്മുടെ ജീവിതത്തിൽ സ്തോത്രം ഹല്ലേലൂയ ഭക്തനോടുകൂടെ നമുക്കും ചേർന്ന് പറയുവാൻ ഇടയാകണം. അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു,
നിന്റെ സകല രോഗങ്ങളെയും അവൻ സൗഖ്യമാക്കുന്നു. നമ്മുടെ അകൃത്യങ്ങളെ മോചിപ്പിച്ചത് കൊണ്ടാണ്, നമ്മെ കർത്താവ് ക്ഷമിച്ചതുകൊണ്ട്, നമ്മുടെ പാപങ്ങളെ ദൈവം ക്ഷമിച്ചത് കൊണ്ടാണ് നമ്മുടെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുവാനിടയാകും. ആമേൻ. അനേകർക്ക് ശരീരത്തിൽ വന്ന അതേ രോഗങ്ങൾ നമ്മുടെ ശരീരത്തിലും വരാം, അല്ലെങ്കിൽ വന്നു കഴിഞ്ഞു. എന്നാൽ അവിടെയൊന്നും തകർത്ത് കളയാതെ ദൈവം നമ്മെ നിർത്തിയത് നമ്മുടെ മിടുക്ക് കൊണ്ടല്ല, അനേകരുടെ പ്രാർത്ഥനയും കണ്ണുനീരുമാണ്. ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിലൊന്ന് മടങ്ങി വരാമോ? ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാമോ? കർത്താവേ, ഒരു രോഗസൗഖ്യം, ഒരു സമാധാനം, ഒരു സാമ്പത്തിക നന്മ, ശുശ്രൂഷയുടെ വിശാലതകൾ, കൃപാഭരങ്ങൾ നമ്മൾ പകരുവാൻ ദൈവം ശക്തനാണ്. നമ്മുടെ കണ്ണുകളെ ദിവസങ്ങളിലേക്കാം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹവും പ്രശാന്തവുമായ നല്ല പ്രഭാതത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നാഥ, ഈ പ്രഭാതം ഞങ്ങളുടെ അകൃത്യങ്ങളൊക്കെ മോചിച്ച് ഞങ്ങളെ സകല രോഗക്കിടക്കയിൽ നിന്നും ഞങ്ങളെ പൂർണ്ണമായും വിടുവിക്കണമേ. ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീയ ഭൗതിക നന്മകൾ നൽകി മാനിക്കണം, ആദരിക്കണം, അനുഗ്രഹിക്കണം, മഹത്വം പങ്കെടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ, സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗാഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരെയും ഈ ധാരാളം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.